വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യർ, അത് ഔദ്യോഗികമായിട്ടാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറ്റവും എല്ലാവർക്കും, ഞങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സിനിമ 2022 നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ എത്തും എന്ന് ആശങ്കയുണ്ടായിരുന്ന ഒരു സിനിമ, ഇന്നതിൻ്റെ പൂർത്തീകരണം. അതിൻ്റെ സന്തോഷത്തിലാണ്. ഇവിടെ ഇരിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മാതാക്കളാണ്, അഭിനേതാക്കളാണ്, ടെക്നീഷ്യൻസ് ആണ്, എല്ലാവരും കൂടിയാണ്. അല്ലാതെ ഈ സിനിമക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇന്നേ വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ കൂട്ടുകൃഷി സമ്പ്രദായമുണ്ട്. ജന്മിമാർക്കെതിരെ ചെറുകിട 10 സെന്റ് 20 സെന്റ് ഭൂമിയുള്ളവർ വയനാട്ടിലൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂട്ടുകൃഷി സമ്പ്രദായം, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം. കാരണം 100 ഏക്കറും 200 ഏക്കറൊക്കെ ഉള്ളവന് മാത്രമേ കൃഷി ഇറക്കാൻ സാധിക്കൂ. ഇപ്പൊ 10ഉം 20ഉം സെന്റ് ഉള്ളവൻ ഒരിക്കലും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ 10ഉം 20ഉം സെന്റുള്ള 10ഓ 100ഓ പേർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാടമ്പിമാർക്കെതിരെ കൃഷി സംവിധാനം കൊണ്ടുവന്ന ഒരു സിദ്ധാന്തം പണ്ട് കാലത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു ആവർത്തനമാണ് ഇവിടെ സിനിമ എന്ന് പറയുന്നത് 20 കോടിയും 50 കോടിയും മുടക്കിയവർക്ക് മാത്രമേ സിനിമ നിർമ്മിക്കാൻ സാധിക്കൂ എന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടേക്കുള്ളൊക്കെ മുഴുവൻ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഇതിൽ മമ്മൂട്ടി ഉണ്ടാവും, മോഹൻലാൽ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഒരിടത്തും പോയി ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടും, ഇപ്പൊ ഞാനൊരു കഥ എഴുതിയാൽ ഒരു നിർമ്മാതാവ് അത് എടുക്കില്ല, ഒരു നടൻ അതിന് ഡേറ്റ് തരില്ല, ഒരു സംവിധാനം അത് എടുക്കില്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കാര്യം ഇന്ന് സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത് പോലെയുള്ള ആ കഴിവുള്ള കലാകാരന്മാരാണ്. പക്ഷെ വാതിലുകൾ തുറക്കാൻ സാധിക്കുന്നില്ല, എവിടെയും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല, നമുക്കൊരു അവസരം ആരും തരുന്നില്ല. അതുകൊണ്ട് അത്തരം കലാകാരന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുമാഷ് എന്ന് വിളിക്കുന്ന മനോഹരന്റെ നേതൃത്വത്തിൽ ഒരു സിനിമ നിർമ്മിക്കുകയാണ്. ഇത് ഒരുപാട് പേർ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതോ ഒന്നുമല്ല, എല്ലാവരുടെയും കൂട്ടായ്മ. സിനിമ മാടമ്പിമാർക്ക് ഒരു മറുപടിയാണ്. ഞങ്ങൾ വിചാരിച്ചാലും സിനിമ ഉണ്ടാക്കാൻ പറ്റും, ഞങ്ങളും ബിഗ് സ്ക്രീനിലെത്തും, ഞങ്ങൾക്കും സംവിധാനം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കും അഭിനയിക്കാൻ പറ്റും, നമ്മൾക്കും സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, നമുക്കും ഇതൊക്കെ കഴിയുന്നതാണ്. അവസരം കിട്ടാത്തത് കൊണ്ട് മാറി നിൽക്കുന്നതാണ് എന്ന് സിനിമക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസരമാണ്. തീർച്ചയായും ഈ സിനിമയിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. ഈ സിനിമ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുള്ള സിനിമയാണ്. തീർച്ചയായും ഈ സിനിമ വിജയിക്കണം. ഈ വിജയിക്കേണ്ടത് നമ്മളെപ്പോലെ മാറ്റി നിർത്തപ്പെട്ട കേരളത്തിൽ ഒട്ടടക്കമുള്ള ഒരു സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാരികളുണ്ട്. സമൂഹത്തിൽ നിന്നും ആഗ്രഹം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട, ഞാനും ഒരു സിനിമ ആഗ്രഹക്കാരനായിരുന്നു, അലഞ്ഞു നടന്നിട്ടില്ല എന്ന് മാത്രം. ഒരുപാട് കാലം കഴിഞ്ഞ് 50 വയസ്സിന് ശേഷമാണ് അവസരം കിട്ടിയത്. ഇപ്പൊ ബിസിനസ്സുകാരനായി മാറി. അല്ലാതെ 50 വയസ്സ് വരെ സിനിമ എന്ന ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കാണാനുള്ള ഒരു അവസരമാണിത്. വിചാരിച്ചാൽ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് പേർ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും. അവരോടൊപ്പം മത്സരിക്കാൻ പറ്റും. തീർച്ചയായും 20ഉം 50ഉം 100ഉം കോടി മുടക്കി എടുക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പോസ്റ്ററിൽ വരുമ്പോൾ ഒന്നുമില്ലാത്ത നമ്മുടെ സിനിമയും അതിനോടൊപ്പം ആ പോസ്റ്ററിൽ കാണും. അത് കാണിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇത് നിസാരമായിട്ടാണ് കാണരുത്. നമ്മൾ അവരോടൊപ്പം എത്തി, ഒരുമിച്ച് നിന്നിട്ടാണെങ്കിലും അവരോടൊപ്പം നമ്മളും സിനിമകൾ തിയേറ്ററിൽ ഓടും. അവരെ പോസ്റ്ററിലെടുത്ത് ദുൽഖർ സൽമാനും മറ്റേ ഫഹദ് ഫാസിലിന്റെ ഒക്കെ പോസ്റ്ററിലെടുത്ത് നമ്മുടെ പോസ്റ്റർ വെക്കാൻ കഴിഞ്ഞു. ആ കൂട്ടായ്മയുടെ വിജയമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നിസാരമായിട്ട് അതിനെ കാണാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിജയത്തിന്റെ മനോഹരന്റെ പിന്നിൽ അണിനിരന്ന നിങ്ങൾ മുഴുവൻ ആളുകൾക്കും ആ വിജയത്തിൽ പങ്കുണ്ട്. എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു, ഞാനടക്കം. ഓക്കെ, താങ്ക് യു.